ഹായ് പ്രിയപ്പെട്ട സഞ്ചാരപ്രേമികളെ, സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഉറ്റമിത്രം സീനിയർ സഞ്ചാരി സജീവൻ കെ സതീശൻ വിശാഖപട്ടണത്തെ നയനമനോഹരമായ കാഴ്ചകൾ കണ്ട് തൃശൂർ യാത്രാ ഗ്രൂപ്പിനൊപ്പം ഉല്ലസിച്ച് നടക്കുകയാണ്. വിശാഖപട്ടണത്തെ ഡോൾഫിനോസ് ലൈറ്റ് ഹൗസ് കാണുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ഇവിടെ വരെയേ ബസ് പോകും. ബാക്കി 1 മൈൽ നമുക്ക് അങ്ങോട്ട് നടക്കണം. അപ്പം നമുക്ക് യാത്ര തുടങ്ങാം. പ്രിയമുള്ളവരെ, എനിക്ക് ഒന്നേ പറയാനുള്ളൂ. പ്രത്യേകിച്ച് 60 വയസ്സ് കഴിഞ്ഞ സീനിയർ സിറ്റിസൺ പദവിയിലേക്ക് എത്തിയ പ്രായമായ സുഹൃത്തുക്കളോട്, ജീവിതം ഒന്നേയുള്ളൂ. ഓരോരുത്തരുടെയും സാമ്പത്തിക ചുറ്റുപാടുകൾക്കനുസരിച്ച് അത് ആസ്വദിച്ച് ജീവിക്കുക. കൊച്ചിയിൽ ഗാന്ധിനഗറിൽ ചായക്കട നടത്തി വളരെയധികം വിദേശ രാജ്യങ്ങൾ സഞ്ചരിച്ച ദമ്പതികളുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അവർ ബാങ്കിൽ നിന്നും വായ്പയെടുത്തും ചായക്കടയിലെ വരുമാനം ഉപയോഗിച്ചും ഉലകം ചുറ്റിയ ദമ്പതിമാരാണ്. കുറെ ധനം സമ്പാദിച്ചു കൂട്ടി യാതൊരു ജീവിത അനുഭവങ്ങളും ഇല്ലാതെ മരിച്ചു പോകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ദൈവം നമ്മളെ പടച്ചുവിട്ട ഈ ലോകത്തിലെ കാഴ്ചകൾ കണ്ടുപോകുന്നത്. വിദേശികളെ കണ്ടുപിടിക്കൂ. 11 മാസം അവർ ജോലി ചെയ്യുന്നു, 1 മാസം അവർ ഉലകം ചുറ്റുന്നു. അതാണ് ജീവിതം. ഇപ്പോൾ ആളുകളുടെ കാഴ്ചപ്പാടുകൾ മാറിത്തുടങ്ങിയിട്ടുണ്ട്. ആഭ്യന്തര യാത്രകളും പറ്റുമെങ്കിൽ വിദേശയാത്രകളും മലയാളികൾ അനുഭവിച്ചു തുടങ്ങി. പ്രമുഖ യാത്രികൻ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഫാരി ചാനലും സഞ്ചാരവും മലയാളികളുടെ കണ്ണുതുറപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല. ഞാൻ സഞ്ചാരത്തെക്കുറിച്ച് പറഞ്ഞ് കാട് കയറിയെങ്കിൽ ദയവായി ക്ഷമിച്ചാലും. ബസ്സിറങ്ങി ഞങ്ങൾ ടാറിട്ട വീതി കുറഞ്ഞ റോഡിലൂടെ ലൈറ്റ് ഹൗസ് ലക്ഷ്യമാക്കി നടന്നു. സഞ്ചാരികൾ കാഴ്ചകൾ കണ്ട് തിരിച്ചു പോകുന്നുണ്ട്. യാത്രകളെക്കുറിച്ച് ഞാൻ ഓർത്തു. ഈ യാത്രകൾ ഇല്ലായിരുന്നെങ്കിൽ റിട്ടയർ ചെയ്ത ഞാൻ ചാരകസരയിൽ കിടന്ന് ന്യൂസ് പേപ്പർ വായിച്ച് ജീവിതം തള്ളി നീക്കുമായിരുന്നു. വിരസത അകറ്റാനും ഊർജ്ജസ്വലത നിലനിർത്താനും യാത്രകൾ എന്നെ സഹായിക്കുന്നുണ്ട്. ഇന്ത്യൻ ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ കീഴിൽ വിവിധ തീരദേശ സംസ്ഥാനങ്ങളിൽ പടിഞ്ഞാറ് ഗുജറാത്ത് മുതൽ കിഴക്ക് പശ്ചിമ ബംഗാൾ വരെ സ്ഥാപിച്ചിരിക്കുന്ന ലൈറ്റ് ഹൗസുകൾ ഭാരതത്തിന്റെ ഒരു അമൂല്യ സമ്പത്ത് തന്നെയാണ്. മത്സ്യബന്ധന കപ്പലുകൾക്കും ഇന്ത്യൻ നേവി, കോസ്റ്റ് ഗാർഡ്, മറ്റു പര്യവേക്ഷണ യാനങ്ങൾക്കും തീരത്തേക്ക് വഴികാട്ടുന്ന ലൈറ്റ് ഹൗസുകൾ രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്ക് നൽകുന്ന സേവനം ചെറുതല്ല. AD 1700 മുമ്പ് ലൈറ്റ് ഹൗസുകൾ സ്ഥാപിക്കപ്പെട്ടപ്പോൾ ലോകമെമ്പാടും കൽക്കരി, മരം എന്നിവ ഉപയോഗിച്ച് കത്തിച്ചാണ് ലൈറ്റ് ഹൗസുകളിൽ വെളിച്ചം പകർന്നു നൽകിയിരുന്നത്. AD 1800 കാലഘട്ടങ്ങളിൽ എണ്ണവിളക്കുകൾ ഉപയോഗപ്പെടുത്തി തുടങ്ങി. 1800ന്റെ അവസാന കാലഘട്ടങ്ങളിൽ ലൈറ്റ് ഹൗസുകളിൽ ദീപം തെളിയിക്കുന്നതിന് ഗ്യാസ് ഉപയോഗിച്ചു തുടങ്ങിയിരുന്നു. 20-ാം നൂറ്റാണ്ട് തുടങ്ങി ഉയർന്ന ശക്തി കൂടിയ ഇലക്ട്രിക് ലൈറ്റുകളാണ് ലൈറ്റ് ഹൗസുകളിൽ ഉപയോഗിച്ചു വരുന്നത്. മാത്രമല്ല, അവ 360 ഡിഗ്രിയിൽ കറങ്ങി കപ്പലുകൾക്ക് ദിശ കാണിക്കുവാനുള്ള സംവിധാനം സജ്ജീകരിക്കപ്പെട്ടു. ഇന്നത്തെ ആധുനിക ലൈറ്റ് ഹൗസുകളിൽ ലെൻസുകളും കണ്ണാടികളും ഫിറ്റ് ചെയ്ത് ലൈറ്റുകൾ കൂടുതൽ ദൂരത്തേക്ക് പ്രകാശിപ്പിക്കുവാനുള്ള സാങ്കേതിക വിദ്യ ശാസ്ത്രം കണ്ടുപിടിച്ചു. ആന്ധ്രാതീരത്തെ ലൈറ്റ് ഹൗസുകളിൽ തെക്ക് നിന്ന് തുടങ്ങി ആർമഗോൺ, കൃഷ്ണപട്ടണം, ഇസ്കാപ്പള്ളി, രാമയ്യപട്ടണം, വടരോവു, നിസാംപട്ടണം, നാഗയലങ്ക, മച്ചിലിപട്ടണം, അന്തർവാടി, റവാപോർട്ട്, സാക്രമെന്റോ, വഗലാപുരൈ, പെൻഡക്കോട്ട, പുടിമടക, ഡോൾഫിനോസ്, ഭീമുനിപട്ടണം, ബെന്തപ്പള്ളി എന്നീ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ലൈറ്റ് ഹൗസുകളാണ്. അതിൽ ഡോൾഫിനോസ് ലൈറ്റ് ഹൗസിൽ ആണ് നമ്മളിപ്പോൾ സന്ദർശനത്തിന് എത്തിയിരിക്കുന്നത്. കുറച്ചു നടന്ന് ഞങ്ങൾ ലൈറ്റ് ഹൗസിന്റെ കവാടത്തിൽ എത്തിച്ചേർന്നു. ലൈറ്റ് ഹൗസിന് മുൻപിൽ എത്തിയ ഞങ്ങൾ ചെരുപ്പുകൾ അഴിച്ചുവെച്ച് അതിനുള്ളിലേക്ക് പ്രവേശിച്ചു. ഇവിടുന്ന് അകത്തേക്കും പിന്നെ ലൈറ്റ് ഹൗസിന്റെ മുകളിലേക്കും ക്യൂ പാലിക്കണം. അങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ ലൈറ്റ് ഹൗസുകളെ കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വസ്തുതകൾ എൻ്റെ കണ്ണുകളിൽ ഉടക്കി. ലോകത്ത് 18,600ഓളം ലൈറ്റ് ഹൗസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ 194 എണ്ണം ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈറ്റ് ഹൗസ് നമ്മുടെ കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതാണ് തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം ലൈറ്റ് ഹൗസ്. നമുക്ക് ലോകത്തെയും നമ്മുടെ ഇന്ത്യയിലെയും പ്രമുഖ ലൈറ്റ് ഹൗസുകളെ പരിചയപ്പെടാം. അവയുടെ
വിശദ വിവരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജപ്പാനിലെ യോക്കോഹോമ ലൈറ്റ് ഹൗസ് ആണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ലൈറ്റ് ഹൗസ്. 1961 സ്റ്റീലിൽ നിർമ്മിച്ച അതിന് 348 അടി ഉയരമുണ്ട്. 1902 ഫ്രാൻസിലെ ഇലവർജിൽ കല്ലുപയോഗിച്ച് നിർമ്മിച്ച 262 അടി ഉയരമുള്ള ലൈറ്റ് ഹൗസ്. 1543 ഇറ്റലിയിലെ ലൻഡർണ എന്ന സ്ഥലത്ത് കല്ലുപയോഗിച്ച് നിർമ്മിച്ച 253 അടി ഉയരമുള്ള ലൈറ്റ് ഹൗസ്. 1835 ഫ്രാൻസിലെ ഗട്ടേവില്ലയിൽ ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിച്ച 245 അടി ഉയരമുള്ള ലൈറ്റ് ഹൗസ്. റഷ്യയിലെ ലെസ്നോവിൽ സ്റ്റീലിൽ നിർമ്മിച്ച 239 അടി ഉയരമുള്ള ലൈറ്റ് ഹൗസ്. 2000 ചൈനയിലെ ബൈഷാമെൻ പ്രവിശ്യയിൽ സ്ഥാപിച്ച 236 അടി ഉയരമുള്ള കോൺക്രീറ്റ് ലൈറ്റ് ഹൗസ്. റഷ്യയിലെ സ്റ്റോറോഷൻസ്കിയിൽ നിർമ്മിച്ച 1911 233 അടി ഉയരമുള്ള ലൈറ്റ് ഹൗസ്. ഇറ്റലിയിലെ പുൻഡാപെന്നയിൽ 1948 സ്ഥാപിച്ച 230 അടി ഉയരമുള്ള കോൺക്രീറ്റ് ലൈറ്റ് ഹൗസ്. ഇറ്റലിയിലെ തന്നെ വിക്ടറിയിൽ 1927 കല്ലുപയോഗിച്ച് നിർമ്മിച്ച 226 അടി ഉയരമുള്ള ലൈറ്റ് ഹൗസ്. പോളണ്ടിൽ 1857 ചുടുകട്ട ഉപയോഗിച്ച് നിർമ്മിച്ച 223 അടി ഉയരമുള്ള ലൈറ്റ് ഹൗസ് എന്നിവയാണ് ലോകത്തിലെ ഉയരമേറിയ ലൈറ്റ് ഹൗസുകൾ. ഇന്ത്യയിലെ ഉയരം കൂടിയ ലൈറ്റ് ഹൗസുകൾ തമിഴ്നാട്ടിലെ നാഗപട്ടണത്ത് 1886 സ്ഥാപിച്ച 164 അടി ഉയരമുള്ള ലൈറ്റ് ഹൗസ്. തമിഴ്നാട്ടിലെ തന്നെ പുളിക്കൽ എന്ന സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുള്ള 1886 164 അടി ഉയരമുള്ള ലൈറ്റ് ഹൗസ്. ആന്ധ്രാപ്രദേശിലെ മച്ചിലിപട്ടണത്ത് 1984 സ്ഥാപിച്ച 164 അടി ഉയരമുള്ള ലൈറ്റ് ഹൗസ്. തമിഴ്നാട്ടിലെ മദ്രാസിൽ 1977 സ്ഥാപിച്ച 151 അടി ഉയരമുള്ള ലൈറ്റ് ഹൗസ്. മിനിക്കോയ് ദ്വീപിൽ 1985 സ്ഥാപിച്ച 151 അടി ഉയരമുള്ള ലൈറ്റ് ഹൗസ്. കേരളത്തിലെ കൊച്ചിയിൽ 1985 സ്ഥാപിച്ച 151 അടി ഉയരമുള്ള ലൈറ്റ് ഹൗസ്. പോണ്ടിച്ചേരിയിൽ 1979 സ്ഥാപിച്ച 151 അടി ഉയരമുള്ള ലൈറ്റ് ഹൗസ്. ആൻഡമാനിലെ 151 അടി ഉയരമുള്ള ലൈറ്റ് ഹൗസ് എന്നിവയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ലൈറ്റ് ഹൗസുകൾ. അതിൽ 1957 ലാൽ ബഹദൂർ ശാസ്ത്രി ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം തുടങ്ങിയ ഡോൾഫിൻ നോസ് ലൈറ്റ് ഹൗസ് കാണുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. വിശാഖപട്ടണത്തെ ഗാന്ധിപുരം എന്ന സ്ഥലത്താണ് ഈ ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. ലിഫ്റ്റ് ഇല്ലാത്ത പഴയകാല നിർമ്മിതിയാണ് ഡോൾഫിൻ നോസ് ലൈറ്റ് ഹൗസിന്റെ. സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോകണം. 30 മിനിറ്റാണ് ഒരു സഞ്ചാരിക്ക് ലൈറ്റ് ഹൗസിൽ ചെലവഴിക്കുവാനുള്ള സമയം. 65 സ്റ്റെപ്പുകൾ കയറി വേണം മുകളിലെത്താൻ. അതുകൂടാതെ വീതി കുറഞ്ഞ ഏണി 12 സ്റ്റെപ്പുകൾ ഉള്ളത് അവസാനം കയറണം. ഞങ്ങൾ ഊഴങ്കാത്ത് പതുക്കെ ഒറ്റടി വെച്ച് കയറി തുടങ്ങി. ഏറ്റവും അവസാനം ഞങ്ങൾ മുകളിൽ എത്തിച്ചേർന്നു. അങ്ങനെ സ്റ്റെപ്പുകൾ കയറി ഒടുവിൽ മുകളിൽ വിജയിച്ചതിന്റെ ആകാം എല്ലാവരുടെയും മുഖത്ത് ചിരിവിടർന്നു. വൃത്താകൃതിയിൽ നിർമ്മിച്ച ചില്ലുകൊട്ടാരം, അതിന്റെ അകത്തായി കഥാനായകൻ കുടികൊള്ളുകയാണ്. അതെ, സാക്ഷാൽ ഒപ്റ്റിക്കൽ ഗ്ലാസ് ഫിറ്റ് ചെയ്ത ഇലക്ട്രിക് ലൈറ്റ്. വൃത്താകൃതിയിലുള്ള ഒരു വലിയ ലൈറ്റാണിത്. ബഹുദൂരം കിലോമീറ്റർ കടലിലേക്ക് വെളിച്ചം പായിക്കുന്ന ഭീകരൻ. ഇവന്റെ വെളിച്ചമില്ലെങ്കിൽ കപ്പലുകൾ കഷ്ടപ്പെട്ടതു തന്നെ.
ചില്ലുകൂടാരത്തിലെ ഒരു പ്രത്യേക പ്രവേശന മാർഗത്തിൽ കൂടി അകത്തേക്ക് കയറാം. ഒരു കണ്ടീഷനുണ്ട്, ഒരു കാരണവശാലും ഒപ്റ്റിക്കൽ ഗ്ലാസിനെ ടച്ച് ചെയ്യരുത്. ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്ന് കണ്ണോടിച്ചാൽ ഒരു വശത്ത് വിശാലമായ ബംഗാൾ ഉൾക്കടൽ പരന്നു കിടക്കുന്നത് കാണാം. എതിർവശത്ത് പച്ചപ്പണിഞ്ഞ കരയും മലനിരകളും നല്ല സുഖശീതളിമയാർന്ന കാറ്റ്. അത് ഏറ്റുനിന്നാൽ മയങ്ങിപ്പോകുന്നതറിയില്ല. എല്ലാവരും വിദൂര ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തുന്ന തിരക്കിലാണ്. വിശാഖപട്ടണം സിറ്റിയും ബീച്ചുകളും കൈലാസഗിരിയും എല്ലാം ഇവിടെ നിന്ന് നോക്കിയാൽ വളരെ വ്യക്തമായി കാണാം. മത്സ്യബന്ധന ബോട്ടുകളും കപ്പലുകളും തിരകളുടെ ശല്യമില്ലാതെ കരയിലടുക്കുന്നതിന് നിർമ്മിച്ചിട്ടുള്ള പുലിമുട്ടുകളാണ് ഈ കാണുന്ന കോൺക്രീറ്റ് നിർമ്മിതി. അങ്ങനെ ലൈറ്റ് ഹൗസുകളെ കുറിച്ച് ഒരു പഠനം നടത്തി ഡോൾഫിൻ നോസ് ലൈറ്റ് ഹൗസ് കണ്ട് ഏറ്റവും മുകളിൽ നിന്നുള്ള വിശാലമായ 360 ഡിഗ്രി കാഴ്ചകൾ പകർത്തി മറ്റുള്ള സുഹൃത്തുക്കളോടൊപ്പം ഞങ്ങൾ യാത്ര തുടരുകയാണ്. വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇനിയും മനോഹരമായ വീഡിയോകളുമായി നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. ബൈ. സജീവൻ കെ സതീശൻ, സീനിയർ സഞ്ചാരി.